ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്നും ഇരട്ട താരകം പോലെ നിലനിൽക്കുന്ന ഈ സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണെന്നും മോദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹൈദരാബാദ് ഹൌസിൽ വാർഷിക ഉച്ചകോടിക്കും ഉഭയകക്ഷി ചർച്ചയ്ക്കും ശേഷം മോദിയും പുടിനും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായും മോദി അറിയിച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ സഹകരണം സ്വതന്ത്ര വാണിജ്യ മേഖലയ്ക്ക് തുടക്കം കുറിക്കാൻ ഉപകരിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. എണ്ണ ഇറക്കുമതി തടസ്സം കൂടാതെ തുടരുമെന്നും ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്നും പുടിൻ പറഞ്ഞു. Your Excellency, my friend राष्ट्रपति पुतिन, दोनों देशों के डेलीगेट्स, मीडिया के साथियों, नमस्कार, दोबरी दिन। आज भारत और रूस के 23वें शिखर सम्मेलन में राष्ट्रपति पुतिन का स्वागत करते हुए मुझे बहुत खुशी हो रही है। उनकी यात्रा ऐसे समय हो रही है जब हमारे द्विपक्षीय संबंध कई ऐतिहासिक माइलस्टोन के दौर से गुजर रहे हैं। ठीक 25 वर्ष पहले राष्ट्रपति पुतिन ने हमारी स्ट्रेटेजिक पार्टनरशिप की नींव रखी थी. Уважаемый господин Distinguished Prime Minister, dear friends, ladies and gentlemen, first of all, I would like to sincerely thank the President of the Republic of India, Draupadi Murmu, you personally, Distinguished Prime Minister, and all our Indian colleagues for the warm and hospitable welcome accorded to the Russian delegation. The negotiations that we've just had with the Indian colleagues, and as well as our talk yesterday with distinguished Mr. Modi in the form of tete-a-tete at his residence, the dinner was great. I would like to thank you for this sign of attention. These talks were very useful. They were held in a constructive and a friendly atmosphere in the spirit of the special and privileged partnership between Russia and India. I would like to point out that we and Prime Minister Modi have established close working dialogue. In September this year, we met during the SEO summit in Tianjin. We are regularly. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു, അതിലെ ഇരുവരുടെയും ഈ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്? ഐശ്വര്യ, തീർച്ചയായും വളരെ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇരു രാഷ്ട്ര തലവന്മാരും ഇപ്പോൾ ഇത്തരത്തിലൊരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നിലപാടുകൾ വ്യക്തമാക്കി. അതിനോടെല്ലാം തന്നെ തരത്തിലുള്ള സഹകരണം രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോഴുള്ള ഈ സഹകരണ സംവിധാനങ്ങളെല്ലാം തന്നെ 2030 വരെ തുടരും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഊർജ്ജ സുരക്ഷയാണ് റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള നെടുന്തൂൺ എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പുതിയ സാഹചര്യത്തിൽ പുടിന്റെ നേതൃത്വം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഹകരണത്തെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം തന്നെ പുടിൻ പറഞ്ഞത് കഴിഞ്ഞ 50 വർഷത്തോളമായി റഷ്യ ഇന്ത്യയുമായി നിരവധി മേഖലകളിൽ സഹകരിക്കുകയാണ്. ആ സഹകരണം ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ ഉൾപ്പെടെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സന്ദർശനവും സമാനമായ രീതിയിൽ തന്നെയാണ്. പുതിയ കരാറുകളും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഉപകരിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് വരും എന്നുള്ളതായിരുന്നു. അത് തടസ്സം കൂടാതെ നാം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ പുടിൻ വ്യക്തമാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം അമേരിക്കയുടെ സമ്മർദ്ദം നിലവിൽ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഹകരണ സംവിധാനവും എല്ലാം പങ്കാളിത്തം എല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിന് ഇപ്പോൾ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. അതിൽ തന്നെ സാങ്കേതിക സംവിധാനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പലിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കൈമാറ്റം ചെയ്യും. അങ്ങനെയുള്ള കരാറുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില ധാതു വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കൈമാറ്റം, അതിന്റെ ഖനനം, ഇതടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒന്നിച്ചുള്ള മുന്നോട്ട് പോക്കുണ്ടാവും. ഒപ്പം തന്നെ യൂറിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള
കരാറുണ്ട്. ഇങ്ങനെ നിർണായക കരാറുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തൊഴിലാളികളുടെ കൈമാറ്റം സംബന്ധിച്ചാണ്. അതായത് തൊഴിൽ സംവിധാനങ്ങളിലേക്ക് രണ്ട് രാജ്യത്തേക്കും ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിലാളികളെ കൈമാറ്റം ചെയ്യാനും അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിനുള്ള കരാർ കൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും നിർണായകമായത് ഈ ഘട്ടത്തിൽ. കാരണം നേരത്തെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടത് സുപ്രധാനമാണ് എങ്കിൽ പോലും സ്വാഭാവികമായും ഇപ്പോൾ അമേരിക്കയിലേക്ക് വലിയ തരത്തിൽ വിസ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള കൂടുതൽ സാങ്കേതിക വിദഗ്ധരായ യുവാക്കൾക്കുൾപ്പെടെ റഷ്യയിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഈ കരാറിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാറായി അത് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് സമുദ്രമേഖലയിൽ കുറെ കൂടി ഒന്നിച്ചു മുന്നോട്ട് പോവുകയാണ്. അത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ കൂടുതൽ സായുധ സംവിധാനങ്ങൾ വിപുലമാക്കുന്നതിനും ഉൾപ്പെടെ ഉപകരിക്കുന്ന തരത്തിലുള്ള കരാറുകൾക്ക് തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. ഏതായാലും റഷ്യ ഇന്ത്യ ബന്ധം ഈ കൂടിക്കാഴ്ചയിലൂടെ ഈ ഉച്ചകോടിയിലൂടെ കുറെ കൂടി സുദൃഢമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇരു രാജ്യങ്ങളുടെ നിലപാട് ഒരു കാര്യത്തിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. അത് ഭീകരവാദത്തിനെതിരായ നിലപാടിലാണ്. ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകുന്നു, സമാനമായ രീതിയിൽ തന്നെ റഷ്യയിലും ആക്രമണം വന്നു. പെഹൽഗാം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പുടിൻ അത്തരമൊരു നിലപാട് മുന്നോട്ട് വെച്ചത്. അതേ രീതിയിൽ റഷ്യയിലും ആക്രമണം. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനം തട്ടിലുള്ള ആളുകൾ ഒരേ ആളുകളാണെന്ന് പറയുമ്പോൾ അമേരിക്കയിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് തന്നെ പറയാതെ വിരൽ ചൂണ്ടുകയാണ് പുടിൻ എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് രാജ്യത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് വലിയ ദിശാബോധം നൽകുന്ന ഒരു കൂടിക്കാഴ്ചയും സന്ദർശനവുമായി പുടിന്റെ സന്ദർശനം മാറിയിട്ടുണ്ട്. ഐശ്വര്യ.